തത്സമയം വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. വിപിൻ സി വിജയൻ, നമുക്ക് കോൺഗ്രസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ, ആ വിഷയങ്ങളൊക്കെയാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനിടയിലും LDFിലെ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയായ രീതിയിലായി എന്ന് പറയാൻ കഴിയില്ല. ചില മണ്ഡലങ്ങളെങ്കിലും, ഇപ്പം തിരുവനന്തപുരം മണ്ഡലം ഇന്നാണ് ഒരു തീരുമാനത്തിലേക്ക്, ഒരു ധാരണയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ താനൂർ പ്രശ്നം നിലനിൽക്കുന്നു. തിരൂരിലേക്ക് വി അബ്ദുറഹ്മാൻ പോയി, പകരം ആര് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പൂർണ്ണ അർത്ഥത്തിൽ സജ്ജരായി LDF എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. എങ്ങനെ കാണുന്നു LDFിൻ്റെ നീക്കങ്ങൾ, ഇപ്പോഴത്തെ LDF ക്യാമ്പിൻ്റെ പ്രതീക്ഷകൾ? ഗുഡ് ഈവനിങ് ടീം. ധനേഷ് തമ്പി, നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ CPMന്റെ തുടക്കത്തിൽ സമീപകാല ചരിത്രത്തിൽ ഒന്നും ഇല്ലാത്ത വിധത്തിൽ മുതിർന്ന നേതാക്കൾ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്ന് കലാപക്കൊടി ഉയർത്തുന്നു, പാർട്ടി വിടുന്നു എന്നുള്ളത് വലിയ പ്രതിസന്ധി തന്നെയാണ് ആ പാർട്ടിയെ സംബന്ധിച്ച് ആ ഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നത്. കാരണം ഇപ്പോൾ കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ TK ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ പാലക്കാട്, PK ശശി, A സുരേഷ് ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ G സുധാകരൻ എന്നിങ്ങനെ ഒരു പട എന്ന് തന്നെ പറയാവുന്ന രീതിയിലായിരുന്നു അതിൻ്റെ തുടക്കത്തിൽ ഒരു പ്രതിസന്ധിയായിരുന്നത്. പക്ഷേ അതിനെ കവച്ചു വയ്ക്കാവുന്ന രീതിയിൽ തന്നെ കോൺഗ്രസിലെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുകയും അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തത് ഒരു ആശ്വാസം CPMനെ സംബന്ധിച്ച് ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അതിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു കാര്യമുള്ളത്. ഒപ്പം തന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനും അവരുമായി പ്രചാരണം ഒരു ആദ്യ ലാപ്പിൽ മുന്നോട്ട് പോകാനും CPMന് നല്ല രീതിയിൽ തന്നെ സാധിച്ചു. അതും ഒരു ഗുണമായി മാറി എന്നുള്ളത് ഈ ഘട്ടത്തിൽ കരുതാം. പിന്നെ യുവാക്കള്, സിറ്റിംഗ് MLA മാർ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സിറ്റിംഗ് MLA മാർക്കൊക്കെ സീറ്റ് ഉണ്ടാവുന്നു. യുവജനങ്ങളെ അതിൽ കാര്യമായി തന്നെ അവരെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കഴിഞ്ഞ് ആ സ്ഥാനാർത്ഥി പ്രചാരണത്തിന് ഇറങ്ങാതിരിക്കുക, അവരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ആ സീറ്റ് മറ്റൊരു സീറ്റ് തന്നെ നൽകുക എന്നുള്ളത് മലപ്പുറത്ത് ഒരു പക്ഷേ സമീപകാലത്ത് ഒന്നും തന്നെ CPMൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് വി അബ്ദുറഹ്മാനുമായി ചർച്ച നടത്തി ആവശ്യപ്പെടുന്ന സീറ്റ് കൊടുക്കുന്ന ഒരു നിലയിലേക്ക് അവിടെ മാറി എന്നുള്ളത് കൂടിയുണ്ട്. അങ്ങനെ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് വി അബ്ദുറഹ്മാൻ എത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പരിഗണന നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ട് തന്നെ എടുത്തു കാണേണ്ട ഒന്നാണ്. മറ്റൊന്നുള്ളത് ഈ പ്രചാരണ വിഷയങ്ങളാണ്. പ്രചാരണ വിഷയങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു സമയത്ത്, അതായത് വലിയ ഒരു UDFിൻ്റെ ഒരു തരംഗമുണ്ടാകും, അല്ലെങ്കിൽ അതൊരു തൂത്തുവാരുന്ന ഒരു നിലയിലേക്ക് UDF ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉയർന്നു വരുമെന്ന് കരുതിയ സ്ഥലത്ത് നിന്ന് അതൊരു ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ എന്നുള്ള നിലയിലേക്ക് LDFന് ഇപ്പോൾ അത് പറയാം, ഇപ്പോൾ ഒരു ഫൈറ്റിംഗ് പൊസിഷനിലാണ് LDF എന്ന് പറയാവുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. പിണറായി 3.0 എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രചാരണത്തിൽ അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണം ഇപ്പോൾ LDF നടത്തുന്നില്ല എന്നുള്ളതാണ്. വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണം നടത്തുന്നു. ഒപ്പം തന്നെ UDFനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു ശൈലി ഈ 4 ദിവസങ്ങളായിട്ട് കാണുന്നില്ല. കാരണം വികസന കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം പറയുമ്പോഴും UDFിലെ പ്രശ്നങ്ങളോ UDFിന്റെ പ്രതിസന്ധികളോ സംബന്ധിച്ച നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരു വാവിട്ട വാക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. വിവാദങ്ങളിലേക്ക് കൂടുതൽ പോകാതെ ഫോക്കസ് ആവുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വലിയ വളരെ കരുതലോട് കൂടിയാണ് ഇടതുമുന്നണി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവരുടെ പ്രചാരണത്തിന്റെ വിഷയങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം വികസനം മാത്രം, അതിലേക്ക് പൂർണ്ണമായി ഫോക്കസ് ചെയ്യുക. കാരണം ഈ അടുത്ത സമയങ്ങളിൽ, അതായത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ പാലം ഉദ്ഘാടനമാണെങ്കിലും തുരങ്കപാതയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സർക്കാർ പരമാവധി, ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ ആരോഗ്യമന്ത്രി പങ്കെടുത്തൊരു ചടങ്ങ് നേരത്തെയാക്കി ആ ഉദ്ഘാടനം നിർവഹിച്ചതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ കേരളത്തിൽ ഈ വികസനത്തിന് ഒരു തുടർഭരണം ആവശ്യമാണ് എന്ന ഒരു സന്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. മറ്റ് വിഷയങ്ങൾ ഇപ്പോൾ പ്രതിരോധത്തിലാക്കുന്ന ധാരാളം വിഷയങ്ങളുണ്ട് ഇടതുമുന്നണി സംബന്ധിച്ചും. കാരണം അവിടെ നിന്ന് പോയിട്ടുള്ള കൊഴിഞ്ഞുപോക്ക്, നേരത്തെ പറഞ്ഞ ഒരു പട തന്നെ ആളുകൾ മാറിപ്പോകുന്നു. അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവിടെ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്ത സാഹചര്യം, തെരഞ്ഞെടുപ്പ് സമയത്ത് മാറ്റി നിർത്തി എന്നതിനപ്പുറത്ത് സംഘടനാപരമായ ഒരു നടപടിയും പത്മകുമാറിനെതിരെ എടുത്തിട്ടില്ല. മാത്രമല്ല ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ മലക്കം മറിച്ചിൽ, അപ്പോൾ നവോത്ഥാന സദസ്സും അതോടൊപ്പം അന്ന് നടത്തിയ വനിതാ മതിലേക്ക് എവിടെ പോയി എന്നുള്ള ചോദ്യം, ഇങ്ങനെ സർക്കാരിന് നേരെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ നയങ്ങൾക്ക് നേരെ ഉയർന്നു വരാവുന്ന പല ചോദ്യങ്ങളെയും അവോയ്ഡ് ചെയ്യാൻ, ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വികസനം എന്നൊരു ഒറ്റ വിഷയത്തിലേക്ക് ഇടതുമുന്നണി ഫോക്കസ് ചെയ്യാണ്. അത് വളരെ കരുതലോട് കൂടി ഇടതുമുന്നണി ക്യാമ്പ് ആസൂത്രണം ചെയ്താണെന്ന് വേണം നമ്മൾ കരുതാൻ. അല്ലെ വിപിൻ, അങ്ങനെ ആ നിലയിൽ തന്നെയല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതാണ്, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളതായിരുന്നു പ്രധാന പ്രചാരണ വിഷയങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം വരുമ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾ, അതായത് വികസന പ്രവർത്തനങ്ങൾ, പാലത്തിന്റെ ഉദ്ഘാടനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇനി 3.0യിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണ കാര്യങ്ങളാണ്. കാരണം UDFനെ സംബന്ധിച്ച് അവരുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. മുഖ്യമന്ത്രി നേരിട്ട് മാത്രം കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പോലും
പോലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യ മുഖ്യമന്ത്രിയുടെ പരിപാടി കൊച്ചിയിൽ നടന്നിട്ടുള്ള KPMSന്റെ സംസ്ഥാന സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ KPMS അവർ മുന്നോട്ട് വയ്ക്കുന്ന നവോത്ഥാന കാര്യങ്ങൾ പറയുന്നു, അവിടെ സ്ത്രീ പ്രവേശനം വേണം എന്നുള്ള നിലപാട് പറയുന്നു. അതിൽ പോലും മുഖ്യമന്ത്രി ആ വിഷയം തൊട്ടതേയില്ല, അതേക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.